ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് പഴുത്ത മാങ്ങ കൊണ്ട് നല്ലൊരു കിഡിലും ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. സൂപ്പർ സംഭവമാണ്. ഈ സൈസിലുള്ള മാങ്ങയുണ്ടല്ലോ, കിളിച്ചുണ്ട മാങ്ങയുടെ ഒരു ഷേപ്പ്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, പക്ഷേ പുളി നല്ല പുളിയാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്കത് ഇത്ര ഐറ്റം കൂടെ വേണം. കുറച്ച് മല്ലിയില, ഒരു സവോള, ഒരു പച്ചമുളക്. ഈ പച്ചമുളക് മുഴുവനായിട്ട് എടുക്കുന്നില്ല. ഇനി നമുക്ക് സവോളയൊന്ന് കട്ട് ചെയ്തിട്ട്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതിൽ ഇങ്ങനൊരു സംഭവം. ഇതിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകളെല്ലാം കൂടി 4-5 എണ്ണത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണമാണ് കേട്ടോ ഇത്. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കുനുകുന നമുക്കിത് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ നഖമോ വിരലോ ഒന്നും കട്ടാകുമെന്ന് പേടിക്കേണ്ട, വളരെ എളുപ്പത്തിൽ കണ്ടോ. ഇതുണ്ടെങ്കിൽ നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നു അവർക്ക് വളരെ സന്തോഷമായിരിക്കും. കാരണം പേടിക്കണ്ട, കൈ കട്ടാകും, വിരൽ കട്ടാകും, നമുക്ക് പേടിക്കാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എത്ര ചെറുതായിട്ട് വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത്ര പണിയല്ലേ ഉള്ളൂ. ഒന്ന് സവോള ഇത് കുത്തിയിട്ട് തന്നെ വേണമെങ്കിൽ സവോള ഇതിൻ്റെ നടുക്കൂടാക്കിയിട്ട് മുഴുവനെയുള്ള സവോള ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ. അല്ലെങ്കിൽ ഇതുപോലെ രണ്ടായിട്ടൊന്ന് പിളർന്നെടുത്തതിന് ശേഷം ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ വേണമെങ്കിലും ചെയ്തെടുക്കാം. പൊടിയായിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് പൊടിയാക്കണം നമുക്കിത്. അപ്പോൾ അത് ഇതിന് ശേഷം ഞാനത് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഒരു 4-5 പ്രോഡക്റ്റ് ഞാൻ മേടിച്ചതിൽ ഒന്നും എനിക്ക് ഫ്ലോപ്പായില്ല കേട്ടോ. എല്ലാം ഞാൻ ഓരോന്നായിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ മൊത്തത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അല്ലാതെ അത് ഉണ്ടാക്കുന്ന സമയത്ത് അതും അപ്പോൾ അങ്ങനെയും കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലൊന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്കിത് വളരെ പൊടിയായിട്ട് കിട്ടിയാൽ ഏറ്റവും നല്ലതാണ്. എത്രയും പൊടിയാക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ മാങ്ങാ കഷ്ണത്തിലേക്ക് ഈ സവോള നന്നായിട്ട് പിടിക്കുന്നത്. എല്ലാം തന്നെ മാങ്ങാ കഷ്ണത്തിൽ പിടിച്ചിരിക്കും, പൊതിഞ്ഞിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് തീരെ ഞാനിത് പൊടിയാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ പൊടിയായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരാരും കാണത്തില്ല. ഒരു പക്ഷേ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കിത് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു ഭാഗം കൂടെ കാണിച്ചത് കേട്ടോ, കട്ട് ചെയ്യാതിരുന്നത്. പിന്നെ ഒരു പച്ചമുളക് അതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിയില അരിയുന്നുണ്ട്. മല്ലിയില നമുക്ക് സവോള ചെയ്തതുപോലെ ഒന്ന് പൊടിയാക്കി എടുക്കണം. നമ്മൾ രസത്തിൽ, സാമ്പാറിൽ ഇതിലൊക്കെ ചേർക്കും പോലെ ഒട്ടും വലുതായിട്ട് മല്ലിയില കിടക്കാൻ പാടില്ല. മല്ലിയില മാക്സിമം നമ്മൾ പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. പച്ചമുളക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പൊടിയായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു മാങ്ങ കുറച്ച് പുളിയുള്ള മാങ്ങയാട്ടോ ഇതിന് നല്ല പഴുത്ത മാങ്ങയാട്ടോ. ഒട്ടും പുളിപ്പില്ലാത്ത മാങ്ങ ഇതിന് അത്രയും കൂടെ ഒരു സുഖം ഉണ്ടാവത്തില്ല കേട്ടോ. അത് കുറച്ച് പുളിപ്പുള്ള മാങ്ങയാണ്. അപ്പോൾ എരിവും പുളിയും മധുരവും ഒക്കെ കൂടെ ആകുമ്പോഴാണ് ഇതിൻ്റെ അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം സവോളയും പച്ചമുളകും മല്ലിയിലയൊക്കെ അവിടെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മാങ്ങ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മാങ്ങയെന്ന് പറയുന്നത് നല്ല വലിയ മാങ്ങ കേട്ടോ. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടാവും. ഇനി നമുക്കൊരു പീലർ വെച്ചിട്ട് ഇതിൻ്റെ തോലൊന്ന് പീൽ ചെയ്ത് കളയാം. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല കട്ടിയാണ്, പക്ഷേ നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് കേട്ടോ. ഈ മാങ്ങ ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ മറ്റാർക്കും അങ്ങനെ ഇഷ്ടമല്ലത്. അപ്പോൾ ഇതെന്തോ ചെന്നപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നുണ്ട്. ഞാൻ ചോദിച്ചില്ല കേട്ടോ. ഈ മാങ്ങ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് എന്താ ഇത് വാങ്ങിയതെന്ന് ചോദിച്ചില്ല കേട്ടോ. നല്ല പുളിയാണ് സംഭവം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പൂളി എടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഇത് ഞാൻ കഴിക്കാനാണെന്ന് വിചാരിച്ചിട്ട് ഈ മാങ്ങാണ്ടി ചേർത്ത് പൂളിയില്ല. പക്ഷേ ഇത് ചേർത്ത് തന്നെ പൂളി എടുത്തിട്ട് നമുക്ക് ആ പുളിപ്പും കൂടെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആ മാങ്ങാണ്ടിയോട് ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗം ഞാൻ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല പുളി കിട്ടും നമ്മുടെ ഈ ഒരു മാങ്ങാ മസാലയ്ക്ക്. ഇതുപോലെ ഇതുകൂടെ ഇങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ഈ ഒരു വലുപ്പത്തിൽ ഈ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇത് ഒരുപാട് വലിയ കഷ്ണമായാലും അത്ര സുഖമില്ല, അതുപോലെ തീരെ പൊടിയാക്കിയാലും അത്ര ഒരു ഇതുണ്ടാകത്തില്ല കേട്ടോ. ഇങ്ങനെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നമ്മൾ ചേർക്കുന്ന മസാലയൊക്കെ നല്ലതുപോലെ ഇതിലേക്ക് പിടിക്കണം. പിന്നെ നമുക്ക് സ്പൂണും കൊണ്ടൊക്കെ കോരി കഴിക്കാനായിട്ട് ഈ ഒരു വലിപ്പമാണ് പാകമെന്ന് എനിക്ക് തോന്നി.
ഇനി ഒരു കഷ്ണം ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല അടിപൊളി പുളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഉള്ള് നല്ലതായിട്ട് പഴുത്തിട്ടായിരിക്കുന്നത് കേട്ടോ. ഈ പുറഭാഗമാണ് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ മാങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോള, പച്ചമുളക്, മല്ലിയില, ഇതിലേക്ക് കുറച്ച് മസാലയൊന്നും അധികമൊന്നുമില്ല. ഉപ്പ്, മുളക് പൊടി ഇത്രയാണ് ചേർക്കുന്നത്. ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർക്കുമ്പോൾ ഒരുപാട് എരിവാകും. അതുകൊണ്ട് അധികം ചേർക്കുന്നില്ല. മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. പച്ചമുളകും എരിവുണ്ടായിരുന്നു. നല്ലോണം വിളഞ്ഞൊരു പച്ചമുളകായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് 1/4 ഭാഗമാക്കിയത് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളക് തന്നെയാണ്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്യണം നമുക്കത്. അപ്പോൾ ഈ പൊടിയായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും നല്ലതാണ്. പക്ഷേ എനിക്ക് കൊളസ്ട്രോളൊക്കെ ഉണ്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ. അതുകൊണ്ട് ഞാൻ വളരെ കുറയ്ക്കുകയാണ്. വെളിച്ചെണ്ണ ടേസ്റ്റ് നല്ലതാണ് കേട്ടോ. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയില ഇട്ടതുകൊണ്ട് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ല. വെളിച്ചെണ്ണ ചേർക്കുമ്പം കറിവേപ്പില കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറാണല്ലോ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് കറിവേപ്പിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഞെരടണ്ട കേട്ടോ. മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ മാങ്ങ ചേർത്തിട്ട് കൈ കൊണ്ട് ഒട്ടും നമ്മൾ പ്രസ് ചെയ്യണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിങ്ങെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് എടുത്തൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ ഈ സൂപ്പർ വിഭവം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. പിന്നെ ആ ഓൾ എന്നുള്ള ഓപ്ഷനോട് ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് മറന്നു പോകാതെ ചെയ്യണേ. ഇനി മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് വലിയൊരു ബൗളായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഞാൻ ചെയ്ത പോലെ മതിയായിരുന്നു. പക്ഷെ ഇപ്പം ബൗൾ ചെറുതായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. എങ്കിലേ നന്നായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നമ്മൾ അരിഞ്ഞിട്ടുള്ള സവോളയും അതുപോലുള്ള മസാലകളൊക്കെ നമ്മുടെ മാങ്ങയിലേക്ക് പൊതിഞ്ഞ് തന്നെ ഇരിക്കും. നമ്മൾ കുറച്ച് വലുതായിട്ടാണ് ഉള്ളതെങ്കിൽ ഇത് വിട്ട് നിൽക്കും. ഇതിപ്പോൾ അങ്ങനെ വരത്തില്ല. നന്നായിട്ട് ഈ മാങ്ങ കഷ്ണത്തിൽ പൊതിഞ്ഞ് പിടിച്ചിരിക്കും കേട്ടോ. ഒരല്പം ഒരു 5 മിനിറ്റ് എടുത്തിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്യണം. നല്ലതുപോലെ വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ മാങ്ങയിലേക്ക് പിടിക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉടനെ തന്നെ കഴിക്കാൻ കുഴപ്പമില്ല. 10 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ സൂപ്പർ മാങ്ങ മസാല അല്ലെങ്കിൽ മസാല മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാ ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് പോരാത്ത ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കറക്റ്റാണ്. താങ്ക് യു.